സുഹൃത്തുക്കളെ നമസ്കാരം. യാത്രകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അറിവുകളാണ് പകർന്നു തരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൂടാതെ തന്നെ താഴെയിലൂടെ ഒഴുകിപ്പോകുന്ന നദികളൊക്കെ നമ്മൾ ബുക്കുകളിൽ പഠിച്ചതാണ്. ഞാനിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് ജില്ലയിലെ ഡോങ് വാലി എന്നൊരു സ്ഥലമാണ്. ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നൊരു സ്ഥലം, അതിലുപരി ചൈന ബോർഡറൊക്കെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഈ പാലം കണ്ടോ, ഈ പാലത്തിൻ്റെ പേരാണ് കിബുത്തു ഡോങ് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. കാഹോ എന്ന ഗ്രാമത്തിൽ നിന്നും കിബുത്തു എന്ന ഗ്രാമത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പഴയൊരു തൂക്കുപാലാണ് കേട്ടോ. മരമാണ് കേട്ടോ, ഈ കാണുന്ന മൊത്തം മരമാണ്. സത്യം പറഞ്ഞ് പേടി തോന്നിപ്പിക്കുന്നത്. ക്യാമറ കണ്ണുകളിൽ കാണുന്നതല്ല, മനുഷ്യൻ്റെ ശരിക്കുള്ള കണ്ണുകളിൽ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത്. താഴിലൂടെ ഒഴുകിപ്പോകുന്ന നദിയാണ് ലോഹിത് നദി. നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ച ബ്രഹ്മപുത്ര എന്ന ആ വലിയ നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ലോഹിത് റിവർ എന്ന് പറയുന്നത്. ലോഹിത് നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ കിഴക്കൻ ഹിമാലയത്തിലെ സായൽ ചു റേഞ്ചിൽ നിന്നുമാണ്. അങ്ങനെ ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ച ലോഹിത് നദി ഇന്ത്യയിലൂടെ ഒഴുകി നമ്മുടെ ബ്രഹ്മപുത്രയിലേക്ക് യാത്ര പറയുന്നത് കേട്ടോ. ഈ ഒരു പാലത്തിലൂടെ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മുട്ട് വിറക്കുന്നുണ്ട് കേട്ടോ. അത്രയും ഹൈറ്റിലാണ് ഈ ഒരു പാലമുള്ളത്. കൂടാതെ തന്നെ മുകളിലാണ് കിബുത്തു എന്ന് പറയുന്നൊരു ഗ്രാമമുള്ളത്. അതായത് ചൈന ബോർഡറിന് അരികിലായിട്ടാണ് കിബുത്തു ഗ്രാമം വരുന്നത്. കൂടാതെ കാഹോ എന്ന് പറയുന്ന ഗ്രാമം അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ ഒരു വില്ലേജാണ് കേട്ടോ. അതായത് പണ്ട് കാലത്ത് നമ്മളെ കാഹോ ഗ്രാമത്തിൽ നിന്നും കിബുത്തു ഗ്രാമത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു തൂക്കുപാലമാണ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും കാണുന്നത്. എത്ര മനോഹരമാണല്ലേ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു സന്തോഷം കൂടി പറയാനുണ്ട്. എൻ്റെ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ എനിക്ക് താമസത്തിനും എൻ്റെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ബഡ്ജറ്റ് ഹോളിഡേയ്സ് എന്നൊരു ട്രാവൽ കമ്പനിയാണ്. ഞാനൊരു തനിച്ച് യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് ഇന്നർ ലൈൻ പെർമിഷനൊക്കെ വേണം. കൂടാതെ തന്നെ എല്ലാ ഏരിയകളിലും തനിച്ച് പോകാൻ സാധിക്കില്ല, നടന്നു പോകാനൊന്നും എല്ലാ ഏരിയകളിലും സാധിക്കത്തില്ല, കാരണം റെസ്ട്രിക്റ്റഡ് ആണ്. ഈ ഒരു യാത്രയിൽ ഇങ്ങനൊരു സഹായം ചെയ്തു തന്നതിൽ ബഡ്ജറ്റ് ഹോളിഡേയ്സിനോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. മറ്റൊരു യാത്രാ വിശേഷങ്ങളുമായി നമ്മൾക്ക് കാണാം.